പാലാ നിയോജക മണ്ഡലം മാളയിലെ മാണിക്യമെന്ന് കരുണാകരനെ പറഞ്ഞിരുന്ന പോലെ പാലായുടെ മുത്ത് അല്ലെങ്കിൽ പാലായിലെ മാണിക്യം എന്നൊക്കെയാണ് കെ എം മാണി സാറിന് പറഞ്ഞിരുന്നത്. അത്രമാത്രം സ്വാധീനം പാലായിലെ മാണി സാറിൻ്റെ കുടുംബത്തിന് പാലാ മണ്ഡലത്തിലുണ്ട്. മാണി സി കാപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം സിനിമാ സംവിധായകനാണ്, സിനിമാ നിർമ്മാതാവാണ്. ഈ ജോസ് കെ മാണിയുടെയൊക്കെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും. അവരൊരു സഭക്കാരുമൊക്കെയാണ്. ഒരു സഭക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞു വരുമ്പോൾ ബന്ധുക്കളാവുമല്ലോ. പക്ഷെ അങ്ങനെയുള്ള വലിയ സമ്പന്നതയൊക്കെ ഉള്ള മാണി സി കാപ്പൻ പല വർഷങ്ങളോടെ മത്സരിച്ചു. കെ എം മാണിയുടെ കൂടെ ഒരു ലക്ഷ്യം കിട്ടാതെ വന്നപ്പോഴാണ് മോൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ജോസ് കെ മാണിയുടെ കൂടെ മത്സരിച്ചു, ജയിച്ചു. അല്ല, ജോസ് കെ മാണിയാണ് ജയിച്ചിരുന്നത്. ജോസ് കെ മാണി ഇപ്പോൾ റോഷി അഗസ്റ്റിന് വരെ മന്ത്രിയാകുമായിരുന്നു. ജലവകുപ്പ് മന്ത്രി ജോസ് കെ മാണിയായിരുന്നതിന്. അത് റോഷിയുടെ സമയം കൊള്ളാമെന്നുള്ളതുകൊണ്ട് ജോസ് കെ മാണി തോറ്റു, പിന്നെ എം പി ആയി. ഇപ്പോൾ കേൾക്കുന്നത് അവിടെ ഒരു നല്ല ത്രികോണ മത്സരം നടക്കും. ഒന്ന് നിലവിലെ എം എൽ എ മാണി സി കാപ്പൻ, രണ്ട് മുൻ എം എൽ എയും മന്ത്രിയൊക്കെ ആയിരുന്ന കെ എം മാണിയുടെ അവരുടെ മകൻ ജോസ് കെ മാണി, കേരള കോൺഗ്രസ് എം, പിന്നെ ഷോൺ ജോർജ്, ബി ജെ പിയുടെ ന്യൂനപക്ഷത്തിൻ്റെയും ചെറുപ്പക്കാരുടെയും മുഖമായിട്ടുള്ള ഷോൺ ജോർജ്. പി സി ജോർജ് പൂഞ്ഞാറിൽ വീണ്ടും മത്സരിക്കണമെന്നാണ് ബി ജെ പി തീരുമാനം. അങ്ങനെയാണെങ്കിൽ അച്ഛനും മോനും അടുത്തടുത്ത മണ്ഡലങ്ങളിൽ പാലായും പൂഞ്ഞാറും ഏകദേശം അടുത്ത ഒരേ വിസിനിറ്റിയിൽ വരുന്നതാണ്, ഒരേ ഏരിയയിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും അച്ഛനും മോനും അടുത്തടുത്ത മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഫൈറ്റിൻ്റെ ഒരു താളം കൂടും, ഒരു റിതം കൂടുതലായിരിക്കും, രസമായിരിക്കും. വലിയ നേതാക്കൾ അവിടെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബി ജെ പി ഒക്കെ ആണെങ്കിൽ പ്രധാനമന്ത്രിയോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ കോട്ടയത്ത് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ മത്സരം കടുക്കുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും കൊള്ളാം. ഷോൺ ജോർജ് പറയുന്നത് അദ്ദേഹം ജയിച്ചിരിക്കും, ബി ജെ പി പ്രാവശ്യം പാല പിടിച്ചിരിക്കുന്നതാണ്. അത് പക്ഷേ ഒരു അമിത ആത്മവിശ്വാസമാണ്. കാര്യം ക്രിസ്ത്യാനികളുടെ ഇടയിൽ വലിയൊരു തേരോട്ടം ഉണ്ടായേക്കാൽ മാത്രമേ നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ പോപ്പിനെ കാണാൻ പിണറായി പോകുന്നു. സ്വാഭാവികമായിട്ട് പോപ്പിനെ കണ്ട് പോപ്പിനെ കൈ പിടിച്ച് മുത്തിയെന്നോ അല്ലെങ്കിൽ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുന്ന കെ വി തോമസാണ്, നമ്മളെ കെ വി തോമസാണ് ഇതിൻ്റെ ആൾ. തിരുത മീൻ അറിയാമല്ലോ, പഴയ കഥ, ബോൾഗാട്ടിയിലെ തിരുത മീൻ അറിയാമല്ലോ. അപ്പോൾ ആ കെ വി തോമസ് പോപ്പിനെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സി പി എമ്മിലെ കുറച്ച് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ കോൺഗ്രസ്സിലെ വോട്ടുകൾ ഞാനീ പറഞ്ഞ പോലെ മാണി സി കാപ്പനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. എന്തായാലും യു ഡി എഫിൻ്റെ ഒരു അപ്പർ ഹാൻഡ് മാണി സി കാപ്പൻ ജയിക്കുമെന്ന് തന്നെയാണ്. മാണി സി കാപ്പൻ അതിനു വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ജനങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാണ്, അദ്ദേഹത്തിന് സ്വന്തമായ ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ മാണി സി കാപ്പൻ ജയിക്കുമോ, ജോസ് കെ മാണി ജയിക്കുമോ, അതോ രണ്ടുപേരെയും കടത്തിക്കൊണ്ട് ഷോൺ ജോർജ് ജയിക്കുമോ എന്നുള്ളതാണ് പാല നൽകുന്ന സന്ദേശം. എന്തായാലും ബി ജെ പിക്കും എഴുതിക്കളയാൻ കഴിയാത്ത എ ക്ലാസ് മണ്ഡലമാക്കി ഷോൺ ജോർജിൻ്റെ മത്സരത്തോടുകൂടി പാല മാർക്കൈകാരൻ ഷോൺ ജോർജ് ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹി കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനും മകനും കൂടി അടുത്തടുത്ത് മത്സരിക്കുമെന്നുള്ള കൗതുകം മാത്രമേ ഉള്ളൂ. എന്തായാലും ഷോൺ ജോർജ് ബി ജെ പിയിൽ നിന്ന് ജയിക്കുമെന്നാണ് ഷോൺ ജോർജ് അവകാശപ്പെടുന്നത്. നമുക്കതിനകത്ത് ഒരു കമൻറ്റ് പറയാൻ സമയമായിട്ടില്ല. പക്ഷേ ഷോൺ ജോർജ് അവകാശപ്പെടുന്നത് ത്രികോണ മത്സരം നടക്കുമെന്നും അവിടെ ജയിച്ച് എം എൽ എ ആകുമെന്നാണ് ഷോൺ ജോർജിൻ്റെ സ്വപ്നം.